എന്റെ റീനെ ഒന്ന് വേഗം വാ. ധൃതി കൂട്ടല്ലേ, സഞ്ചി എടുക്കട്ടെ. എടി ജോ, ജോ നീ എന്തെടുക്ക അതിന്റെ അകത്ത്? എന്താ മമ്മി? എന്താ? നീ ഇതിനകത്ത് പഠിക്കുക തന്നെയല്ലേ? ആ, ഞാൻ പഠിക്കായിരുന്നു. ഞങ്ങള് ഷോപ്പിങ്ങിന് പോവാ. നിനക്ക് മേടിക്കാനൊന്നുമില്ലല്ലോ? ഇല്ല. മാറി നിക്ക്. ഇത് എന്തിനാ പുറത്തുനിന്ന് പൂട്ടണേ? അവൾ അകത്തുനിന്ന് പൂട്ടിക്കോളൂല്ലേ? ഇനി ആരെങ്കിലും വന്ന് കോളിംബെൽ അടിച്ച അവള് വന്ന് വാതിൽ ഓർക്കും. നമ്മൾ ആദ്യമായിട്ടാണോ അവളെ ഇവിടെ ഇരുത്തിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്നത്? എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ലടി, ഇന്നെന്തോ വല്ലാത്തൊരു ടെൻഷൻ. നമ്മൾ എന്നൊക്കെ അവൾ ഇവിടെ ഇരുത്തിയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടോ അന്നൊക്കെ നിങ്ങൾ പറയുന്ന സ്ഥിരം ഡയലോഗ് ഇത്. പപ്പ ടെൻഷൻ അടിക്കണ്ട. പോയി വരുമ്പോഴേ ഒരു ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരണേ. അതൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. നീ ആ ജനൽ കുറ്റിയിട്ടേ. കുറ്റിയിട്. ഓ, ഇട്ടിട്ടോളാം. വീട്ടിൽ ഇരുത്തിയിട്ടാ പോന്നെ. അത് കാരണം ചേട്ടന് ഭയങ്കര ടെൻഷനാണ്. അതിനെന്തിനാ ടെൻഷൻ അടിക്കണ? സ്വന്തം വീട്ടിലല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേട്ടന് ഭയങ്കര ടെൻഷനാണ്. അതിന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ +2 കഴിഞ്ഞാൽ നേരെ വിദേശത്തേക്കാ പോണത്. അവിടെ അവർ ഒറ്റയ്ക്കല്ലേ താമസിക്കണത്. അതൊക്കെ ശരിയാ. നമ്മൾ അങ്ങനെയൊന്നും നോക്കി ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ലെന്നേ. അത് മാത്രമല്ല, പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തേ ഒരു വേഷം കെട്ടും നടക്കൂല. ഈ ജോമോൾ എത്രയല്ല പഠിക്കണത്? അവളിപ്പോ +2. അയ്യോ, പിള്ളേര് വളരണൊന്നും അറിയണല്ലോ കേട്ടാ. ജോ, ഇങ്ങ് വന്നേ. ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. പഠിക്കണ പേരും പറഞ്ഞ് ഫോണും നോക്കി ഇരിക്കുമായിരിക്കും. വിളിച്ചിട്ട് കേൾക്കണ്ടോന്ന് നോക്കിയേ. അയ്യോ, അയ്യോ സുരേന്ദ്ര, സോറി ട്ടാ. എത്രയായി? അയ്യോ, ക്യാഷ് ഒന്നും വേണ്ട. ഞാൻ ടാക്സി പരിപാടി നിർത്തി. ഇപ്പൊ കണ്ടപ്പോ അങ്ങോട്ട് വിളിച്ചതേ ഉള്ളൂ. എന്നാ ഒരു ചായ എടുക്കട്ടെ. ആ പിന്നെ മധുരം കുറച്ച് മതി. ആ ശരി. എടി ജോ, ജോ, ഇവിളിത് എന്തെടുക്കോ? മോളെ ജോ, ജോ, മോളെ ജോ, മോളെ ജോ, മോളെ, മോളെ ജോ. നീ എന്താടാ ഒറ്റയ്ക്ക് ഇരിക്കണേ? ഏയ്, ഞാൻ ഈ വീഡിയോ കൊണ്ട് ചിരിച്ചു പോയത്. ജോ, അയ്യോ എന്റെ മോളെന്തേ? അയ്യോ എന്റെ മോള്. ചേട്ടാ, ജോനെ അവിടെ ഒന്നും കാണാനില്ല. പുറകിലത്തെ ഗ്രില്ലിന്റെ ലോക്ക് ആരാണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. അയ്യോ എന്റെ മോള്. എന്റെ മോള് മോളെ
മോളെ ഇവിടെയൊക്കെ നോക്കിയതാ, ഇവിടെ ഒന്നുമില്ല. എന്റെ മോളെവിടെ? മോളെ എന്റെ മോളെവിടെ? എനിക്കറിയില്ല. മോളെ മോളെ ചേട്ടാ, പോലീസിനെ വിളിച്ച് അറിയിക്ക്. നീ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. നീ ഇവിടെ ഇരിക്ക്, ഞാൻ നോക്കട്ടെ. അവളിവിടെ എവിടെയെങ്കിലൊക്കെ കാണും. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയായിരിക്കും. ജെയിംസ് ചേട്ടാ, ഈ ആ. മോളുടെ കയ്യിൽ ഫോണുണ്ടോ? ആ, ഫോൺ ഒന്ന് വിളിച്ചു നോക്കി. ഫോണുണ്ട്. ആ, അത് മറന്നു. അടിക്കണുണ്ട്, എടുക്കുന്നില്ല. എന്റെ മോൾ എന്തിയാ ചേട്ടാ? ഈ സമയത്ത് ഞാനിങ്ങനെ പറയുന്നുണ്ടെന്നും തോന്നരുത്. ഒരിക്കൽ പത്രത്തിൽ വന്ന ന്യൂസാണ്. അച്ഛനും അമ്മയും കൂടി പുറത്തുപോയി തിരിച്ചു വന്നപ്പോഴേക്കും വീട്ടിൽ മോളെ കാണാനില്ല. പിന്നെ അവര് വേഗം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെങ്കൊച്ചും വേറെ ചെക്കനും കൂടി തിരിച്ച് വീട്ടിലെത്തി. അതിനെന്തോ അഫയർ ഉണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ എന്തെങ്കിലും അഫയർ ഉള്ളതുകൊണ്ടാണ് ഈ പുറത്തുനിന്ന് വാതിൽ പൂട്ടിയിട്ട് പോയത്. എൻ്റെ മോൾക്ക് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എന്നതിന് വല്ല ഫോൺ വല്ല സൈലന്റിലായിരിക്കോ? ചേച്ചി വിചാരിക്കണ പോലെയല്ല. വല്ല പിള്ളേരോട് സംസാരിക്കാനോ കൂട്ടുകാരോട് ആരോടെങ്കിലും സംസാരിക്കണോ മറ്റോ സൈലന്റ് ആക്കി ആണെങ്കിലോ? ചേട്ടനൊരു കാര്യം ചെയ്യും, ആ ഫോണൊന്ന് വിളിച്ചോണ്ടിരിക്കും, കോൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. ഇനി ഫോൺ വല്ല സൈലന്റിലാണെങ്കിലോ? നോക്കട്ടെ. വാ. ഫോൺ ഫാനിന്റെ മുകളിലുണ്ട്. ജെയിംസ് ചേട്ടാ, ഇതിന്റെ പാസ്വേഡ് ഒന്ന് പറഞ്ഞേ. നീ ആ ഫോൺ ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോളാം. ചേട്ടാ, ഈ ഫോണിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ലോ നോക്കാൻ വേണ്ടി ആ പാസ്വേഡ് ഒന്ന് പറയേ. ജെയിംസ് ചേട്ടാ, ഫോൺ കിട്ടിയോ? വാടി, പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ചേട്ടാ ഫോൺ ഇങ്ങതാ. ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിലേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ? എടാ ജെയിംസ്, ആ ഫോൺ ഇങ്ങോട്ട് താ. ഈ ഫോൺ തരാൻ നിങ്ങൾ രണ്ടൊരു വീട് വിട്ട് പുറത്തിറങ്ങാന്ന് വിചാരിക്കണ്ട. ആ ഫോൺ ഇങ്ങതാ. സൈലന്റിലായിരുന്ന ഫോൺ എന്തിനായിരിക്കും എൻ്റെ മോൾ ഒളിപ്പിച്ചു വെച്ചത്? അത് സൈലന്റ് ആണെന്നും ഒളിപ്പിച്ചു വച്ചിരുന്നാണെന്നും നീ എങ്ങനെ അറിഞ്ഞു? ചേട്ടൻ ബുദ്ധിവാനാ. ചേട്ടൻ്റെ അതേ ബുദ്ധിയാ ചേട്ടൻ്റെ മോക്കും. ആ ബുദ്ധിയാ ഫോണിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ചേട്ടന് മോളെ വേണമെന്നുണ്ടെങ്കിലേ ആ ഫോണിങ്ങതാ. സത്യം പറയടാ, എൻ്റെ മോളെവിടാ? കൈയ്യട് ജെയിംസ് ചേട്ടാ, മോളിവിടെ സുരക്ഷിതമായിട്ടുണ്ട്. ചേട്ടനാ ഫോണിങ്ങതാ. ദേ, ഇത്രയേ ഉള്ളൂ പ്രശ്നം. പറ, ഇനി പറ, എവിടെയാണ് എൻ്റെ മോള്? വാ. അയ്യോ, അയ്യോ, നമ്മുടെ മോള്, മോളെ. നല്ല രസമുണ്ട് നിൻ്റെ നോട്ടം കാണാൻ. ഞാൻ ഈ ഫോൺ കൊണ്ടുപോവാം. ഇതിനകത്തുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്താലും ചിലപ്പോൾ ഫോണിൽ എവിടെയെങ്കിലുമൊക്കെ പിന്നെയും കിടക്കും. പിന്നെ അച്ഛനും മോളും കൂടി എന്നെപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് പറയാം എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് വേണ്ട. ഇനി ഞാൻ അബദ്ധവശ അകത്ത് പോയാലും ഞാൻ പിന്നെയും പുറത്ത് വരും. പുറത്തേക്ക് ഞാൻ വരുമ്പോഴായിരിക്കും പിന്നെ ശരിയായ
സുരേന്ദ്രന്റെ പില്ലത്തരം കാണാൻ പോണത്. പോട്ടെ ചോമോളെ. മോളെ മോളെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ എന്താ ഇവിടെ ഉണ്ടായത്? നീ എന്തിനാ എഴുന്നേറ്റ് വേണം? അവിടെ ഇരുന്നോ. ചേട്ടൻ എങ്ങനെ ഇതിനകത്ത് കയറിയത്? ഞാൻ പുറത്തെ ഗ്രില്ലില്ലേ അത് പൊട്ടിച്ചിട്ട് വേറെ ലോക്കിട്ട് പൂട്ടി. ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ആരും കേൾക്കില്ല. പിന്നെ നിനക്ക് ഫോൺ വിളിക്കണം തോന്നണ്ട. ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കും. നീ 10ൽ പഠിക്കുന്ന സമയത്ത് അഭിലാഷിന്റെ ഓട്ടോയിലല്ലേ സ്കൂളിൽ പോയിരുന്നത്? അന്ന് അഭിലാഷ് നിന്നോട് ചെയ്തത് നീ ആരോടും പറഞ്ഞില്ല. പക്ഷെ അഭിലാഷ് അത് എന്നോട് പറഞ്ഞു. അതുപോലെ ഇതും നീ ആരോടും പറയില്ല. എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാ ഇത് ഞാൻ പപ്പേനോടും മമ്മിയോടും പറഞ്ഞു കൊടുക്കും. അയ്യോ, ഈ സെയിം ഡയലോഗ് അന്ന് നീ അഭിലാഷിനോട് പറഞ്ഞേ, എന്നിട്ട് നീ ഇത് ആരോടും പറഞ്ഞില്ലല്ലോ. ഇല്ല, ഇത് ഞാൻ സത്യമായിട്ടും പറയും. പിന്നെ ഇത് അഭിലാഷല്ല, സുരേന്ദ്രനാ. എന്റെ പപ്പയും മമ്മി ഇപ്പൊ വരും. അതിനു മുന്നേ താൻ പൊക്കോ, അതാ തനിക്ക് നല്ലത്. എടി പൊട്ടിപ്പെണ്ണേ, സൂപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാ. അത് മാത്രമല്ല, നിന്റെ പപ്പയുടെ 2 വീലർ ഞാനൊന്ന് പഞ്ചറാക്കി. ഇനിയിപ്പോ പുള്ളി അതൊക്കെ ഒട്ടിച്ച് പിടിച്ചു വരുമ്പോഴൊക്കെ സമയം എടുക്കും. അതുവരെ നമുക്കൊന്ന് ആഘോഷിക്കാന്നേ. അടങ്ങി നിൽക്കണേ അവിടെ. നീ വേണ്ട. ഈ നീ എന്തടി ഒളിച്ച് കളിക്കാണ്? തനിക്ക് എന്തെന്നെ ചെയ്യേണ്ടത് ആയിക്കോ. പക്ഷേ ഇത് തന്റെ അവസാനത്തെ ദിവസം. ഇനി ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. താൻ ആരാണെന്നും എന്താണെന്നും ലോകം മുഴുവനും സോഷ്യൽ മീഡിയ വഴി അറിയും. താൻ എന്നോട് പറഞ്ഞതും കാട്ടിക്കൂട്ടിയതും എല്ലാം ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അന്ന് അഭിലാഷ് എന്നോട് ചെയ്തത് ഞാൻ എന്റെ പപ്പയോടും മമ്മയോടും പറയാതെ എന്റെ തെറ്റ്. പക്ഷേ ഇത് അവരറിയണം. അറിയും, ഈ ലോകം മുഴുവനും അറിയും. ആ ഫോണുകതാ, നീ ആ ഫോണുകതാ. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ആ ഫോണുങ്ങ തരാൻ. നീ ഇവിടെ മുഴുവൻ അരിച്ചു പറിക്കാലും നിനക്ക് ആ ഫോൺ കിട്ടില്ല. അത്രയും കോൺഫിഡന്റാ? അതെ. നിന്റെ അച്ഛനും അമ്മയും എനിക്ക് ആ ഫോൺ കൊണ്ടു തരും. ഇതെവിടെ പോണം എല്ലാരും കൂടി? സ്റ്റേഷനിലേക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അകത്തു പോയാലും പുറത്തു വരും. ഞങ്ങൾ ആരോടും ഒന്നിനുമില്ല. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുത്. പിന്നെ എങ്ങോട്ട് പോവാ?
സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം വെച്ച് മറന്നുപോയി, അതെടുക്കാൻ പോവുക. വാ വണ്ടി കയറുന്നേ, ഞാനങ്ങോട്ട് ആക്കാം. എടി ബുദ്ധിമതി, വന്ന് വണ്ടി കയറുന്നേ. ഇനി കുറച്ചു നേരം നമുക്ക് കാറിന്റെ പുറകിലെ സീറ്റിലിരുന്ന് ഒരുമിച്ച് പോവാം. വാ, നമുക്കിതിൽ പോകാം, അല്ലെങ്കിൽ ഇവനിങ്ങനെ പുറകെ വരും. ആ എന്നാ വാ. വണ്ടി ഒന്ന് നിർത്തിക്കേ, ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം. അപ്പൊ സൂപ്പർ മാർക്കറ്റിലാ പോണേന്ന് പറഞ്ഞു? ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു വീട്ടിൽ പോകാനുണ്ട്. പപ്പ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനല്ലേ? അന്ന് ആ ഓട്ടോക്കാരൻ എന്നോട് ചെയ്തത് പപ്പയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെല്ലാം മറന്നേക്ക്, ഇനി ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ആ സുരേന്ദ്രനോട് ചെയ്ത് ശരിയാണോ? എന്റെ മോളെ നീ പപ്പ, ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ല. നമ്മളിപ്പോ ചെയ്തത് ശരിയാണോ?